മുന്നണികളുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരെയുള്ള വിജയമാണ് ചാത്തന്നൂരിൽ ഉണ്ടായതെന്ന് ബി ഗോപകുമാർ. തന്നെ രണ്ട് മുന്നണികളും വ്യക്തിഹത്യ നടത്തി. ചാത്തന്നൂരിൽ BJP LDF മത്സരം മാത്രമാണ് നടന്നത്. കോൺഗ്രസ് LDFനെ സഹായിക്കാനാണ് മത്സരിച്ചത് എന്നും ഗോപകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചാത്തന്നൂരിന്റെ നിയുക്ത MLA ബി ഗോപകുമാർ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുകയാണ്. 2 തവണ പരാജയം, 3-ാം തവണ വിജയം, അത് അർഹിക്കുന്നതാണ്. അതെ, 2021 വിജയിക്കേണ്ടത് തന്നെയായിരുന്നു. മുന്നണികളുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. ഇപ്പോൾ ആ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെയും മറികടന്നുകൊണ്ട് ചാത്തന്നൂരിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരു മാറ്റം അനിവാര്യമാണെന്ന് ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനത ആഗ്രഹിച്ചു. നരേന്ദ്രമോദിയുടെ പ്രതിനിധി ഉണ്ടാവണം. ആ മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കടപ്പാടും ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. അവിടെ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നടന്നു. ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണെന്ന് അറിയപ്പെടുന്നൊരു സ്ഥലം. അവിടെ വളരെ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് തന്നെയാണ് അങ്ങ് നേരിട്ടത്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിരുന്നു നിലവിലവിടെ? പ്രതിസന്ധികളെ ഒരു തെരഞ്ഞെടുപ്പ് പല തലങ്ങളുണ്ടാവും. ഒന്ന്, ഒത്തുതീർപ്പ് രാഷ്ട്രീയം. 2, ഏറ്റവും അധികം വ്യക്തിഹത്യ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് 2 മുന്നണി. BJPക്കും സ്ഥാനാർത്ഥിക്കുമെതിരെ എന്തൊക്കെ പറയാമോ അതെല്ലാം അതിൻ്റെ പരിധി വിട്ട് പറഞ്ഞിട്ടും ആ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ജനം നൽകിയ വിജയം, അവിടെയാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റ് എന്ന് പറയുന്നത്. അങ്ങ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ മത്സരം LDFും BJPയും തമ്മിലാണെന്ന്. കോൺഗ്രസ് അവിടെ അപ്രസക്തമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. വോട്ടിംഗ് വ്യക്തമായില്ലേ? കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ വ്യക്തമായില്ലേ? അതിന് മുമ്പത്തെയും തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമേ ചാത്തന്നൂരിലുള്ളൂ. BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യവും മറുഭാഗത്ത് LDFും. UDF LDFനെ സഹായിക്കുന്ന നിലപാടാണ് കാലാകാലങ്ങളിൽ ചാത്തന്നൂരിൽ എടുത്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത്. മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് അങ്ങേക്ക് ലഭിച്ചതായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിനൊന്നും ഒരു മാറ്റമില്ല. ഏറ്റക്കുറച്ചിലുണ്ടാവാം. മുഴുവൻ വിഭാഗം ആൾക്കാരുടെയും പിന്തുണയും സഹകരണവും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട്. നിയമസഭയിലേക്ക് എത്തുമ്പോൾ ചാത്തന്നൂരിൽ നൽകാൻ കഴിയുന്ന എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ട്? നിരവധി പദ്ധതികളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് പദ്ധതികളുണ്ട്, ത്രിതല പഞ്ചായത്ത് സംവിധാനമുണ്ട്. ഇതിന് 3നെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വികസന പ്രവർത്തനം നടത്തുന്ന മാതൃകാ നിയമസഭാ മണ്ഡലമായി ചാത്തന്നൂരിനെ മാറ്റും. എന്തായാലും നിരവധി പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും നിയമസഭയിലേക്ക് എത്തുമ്പോൾ ആ പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.